ഹലോ എവരിവൺ, എഡ്ഫിലിൻ്റെ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കേട്ടറ്റിൻ്റെ കാറ്റഗറി 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇക്കഴിഞ്ഞ 2022 നടന്നിട്ടുള്ള കേട്ടറ്റിലെ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് PYQ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഏതൊരു മത്സര പരീക്ഷയായാലും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ കൃത്യമായിട്ട് പരിശോധിച്ച് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലാണ് നമ്മൾ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആൻസറുകൾ എങ്ങനെയാണ് നോക്കി പോകേണ്ടത്? വെറുതെ ആൻസർ കീ നോക്കി എന്താണ് ഉത്തരം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ് എന്നല്ല നോക്കി പോകേണ്ടത്. കൃത്യമായിട്ട് ഏത് മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു, ആ മേഖലയിൽ നിന്ന് വേറെ എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഏത് രീതിയിൽ നമ്മൾ ഇനി പഠിക്കണം എന്നൊക്കെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നമ്മുടെ പഠിത്തം ഏതുവരെ എത്തി, നമ്മളിനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, നമ്മുടെ പഠിത്തത്തിൻ്റെ രീതിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, ഇതൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ പരിശോധിക്കുമ്പോഴാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു മാതൃക എന്നുള്ള നിലയിൽ ആദ്യത്തെ സെക്ഷനിൽ കഴിഞ്ഞ കേട്ടറ്റിൻ്റെ കാറ്റഗറി 2 മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇന്ന് ചർച്ച ചെയ്യാം. ഇതിനകത്ത് നമുക്കറിയാം ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 91 മുതൽ 95 വരെ. നമുക്കറിയാവുന്നതാണ് ഈ ചോദ്യങ്ങൾ ഗദ്യം പദ്യം ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് 5 ചോദ്യം, അങ്ങനെ മൊത്തം 10 ചോദ്യങ്ങൾ വരുന്നത് തന്നിട്ടുള്ള ഗദ്യ പദ്യ മാതൃകകൾ വായിച്ചിട്ട് അതിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം വന്നിട്ടുള്ള 91 മുതൽ ഉള്ള 95 വരെയുള്ള ചോദ്യങ്ങൾ വരുന്നത് താഴെ തന്നിട്ടുള്ള കവിത വായിച്ച് അതിന് ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം കവിത നോക്കാം. കവിത ആദ്യത്തെ തവണ വളരെ ശ്രദ്ധയോടുകൂടി ഒരു പ്രാവശ്യം വായിക്കണം. നമുക്ക് സമയം വെച്ചിട്ടുള്ളതാണ് മത്സര പരീക്ഷകളെല്ലാം. അപ്പൊ നമ്മുടെ കയ്യിൽ അധികം സമയമില്ല. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്താന്ന് വെച്ചാൽ, ആദ്യം കവിത വായിക്കരുത്. കവിതയ്ക്ക് മുന്നേ ആദ്യം എന്ത് ചെയ്യണം, ചോദ്യങ്ങൾ, 5 ചോദ്യങ്ങൾ ആദ്യം വായിക്കാം. അപ്പൊ നമുക്കറിയാം എന്താണ് ആ കവിതയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യം എന്ന് നമുക്കറിയാം. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കവിതയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ രീതി ഒന്ന് പരീക്ഷിച്ചാൽ നന്നായിരിക്കും. അപ്പൊ എന്തായാലും നമുക്കിപ്പോ കവിത നോക്കാം. കൊട്ടിപ്പാടുന്നു മഴ, നടവരമ്പത്തൊരു കുട്ടിയുണ്ടതിൻ കയ്യിൽ, പുസ്തകം പൊതിച്ചോറും കുടയായൊരു തൂശനിലയും അതു കൊത്തി കുടയുന്നുവോ മഴ, കാറ്റിന്റെ കാക്കക്കൂട്ടം, കുപ്പായം കുതിർന്നൊട്ടിച്ചേർന്ന് തന്നുടൽ കാൺകെ, കുട്ടിക്കു നാണം, മഴ നഗ്നനാക്കിയോ തന്നെ. വഴിയിൽ പുതുവെള്ളപ്പാച്ചിലിൽ പൊടിമീനും മഴതൻ സംഗീതത്തിൽ കുട്ടിയും നീന്തിപ്പോയി, മുച്ചെറുകെഴുന്നൊരു ലോഹപക്ഷിതൻ ചിറകൊച്ചതൻ കീഴിൽ ഉഷ്ണക്കനി തിന്നിരിക്കുമ്പോൾ, നഷ്ടബാല്യത്തിൻ നടവരമ്പത്തിനും മഴ കൊട്ടിപ്പാടുന്നു, ഞാൻ ആ പാട്ടിനായി കാതോർക്കുന്നു. ഇതാണ് കവിത. അപ്പൊ ഇത് ഒറ്റ വായനയിൽ തന്നെ, അത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? മഴ നഗ്നനാക്കിയോ തന്നെ. ഈ വരികളുടെ ആശയം എന്ത്? നഗ്നനാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രമൊന്നും ഇല്ലാതാവുക. അപ്പൊ മഴ നഗ്നനാക്കിയോ തന്നെ എന്നുള്ളതിന്റെ ആശയം എന്ത്? എന്തൊക്കെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്? കുട്ടി കുപ്പായം ധരിച്ചിരുന്നില്ല, മഴയിൽ കുതിർന്ന വസ്ത്രം പിഴിയാനായി അഴിച്ചു, കാറ്റ് വസ്ത്രം പറത്തി വിട്ടു, മഴയിൽ വസ്ത്രം ശരീരത്തിൽ ഒട്ടിച്ചേർന്നു. ഇതിന് നമുക്കിനി വീണ്ടും കവിത വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? എന്തായിരിക്കും? മഴ നനഞ്ഞ് ശരീരത്തിൽ ഒട്ടുമ്പോഴാണ് കുട്ടിക്ക് എന്ത് തോന്നിയിട്ടുണ്ടാവുക? താൻ നഗ്നനായി എന്ന് തോന്നിയിട്ടുണ്ടാവുക. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി, മഴയിൽ വസ്ത്രം ശരീരത്തിൽ ഒട്ടിച്ചേർന്നു എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ് ഈ ഭാഗം. ഏറ്റവും കൂടുതൽ സ്കോർ ഇങ്ങനത്തെ പോർഷൻ എന്നാണ് നമുക്ക് കിട്ടുക. ഇതിലത്തെ 5 മാർക്കും ഗദ്യത്തിൽ 5 മാർക്കും ഒരിക്കലും കളയാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, കവി കാതോർക്കുന്നത് എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയാണ് കവി കാതോർക്കുന്നത്? അവസാനം പറയുന്നുണ്ടല്ലേ, എന്താണ്? ഒരു മഴപ്പാട്ടിനായിട്ട് എൻ്റെ കുട്ടിക്കാലത്തെ ആ നടവരമ്പിൽ നിന്ന് ഞാനും കാതോർക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു മഴപ്പാട്ടിനായിട്ട്. അപ്പോൾ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ ബി, മഴപ്പാട്ട്. വളരെ എളുപ്പമാണ് ഈ ഭാഗം. മഴക്കാറ്റിന്റെ കാക്കക്കൂട്ടം കൊത്തിക്കീറിയതെന്ത്? അതും അതിൽ പറയുന്നുണ്ടല്ലേ കവിതയിൽ. എന്താണ് പറയുന്നത്? തൂശനിലയാണ് കുട്ടി. നമുക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മുടെ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ഇങ്ങനെ തലയിൽ ഒരു തൂശനിലയും ചൂടിയിട്ട് മഴ നനയാതിരിക്കാൻ നടക്കുന്ന കുട്ടികൾ നമ്മുടെ എത്രയോ സിനിമകളിലും പാട്ടുകളിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തൂശനിലയായി നടന്ന്, എത്ര നല്ല കവിഭാവനയാണെന്ന് നോക്കൂ. മഴക്കാറ്റിന്റെ കാക്കക്കൂട്ടം, മഴക്കാറ്റിന്റെ ആ ഇരമ്പലിനെയും ശബ്ദത്തിന്റെയും ബഹളത്തിനെയൊക്കെ ഒരു കാക്കക്കൂട്ടത്തിന്റെ ബഹളത്തോടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാക്കക്കൂട്ടം, ആ കാറ്റത്ത് എന്ത് കീറിപ്പോയി? കുട്ടി പിടിച്ചിരുന്ന തൂശനിലക്കുട കീറിപ്പോയി. അപ്പോൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, തൂശനിലക്കുട. അടുത്ത ചോദ്യം നോക്കാം അല്ലെ. ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. മുച്ചീരകെന്നൊരു ലോഹപക്ഷിതൻ ചിറകൊച്ചതൻ കീഴിൽ ഉഷ്ണക്കനി തിന്നിരിക്കുമ്പോൾ, ഇവിടെ
ഉഷ്ണക്കരി തിന്നിരിക്കുമ്പോൾ ഇവിടെ സൂചിതമാകുന്ന ലോഹപ്പക്ഷി ഏത്? ഇതിനെനിക്ക് കവിത തന്നെ വായിക്കണം എന്നില്ല. മുച്ചിറകേഴുന്ന 3 ചിറകുള്ള ലോഹപ്പക്ഷി എന്താണ്? നമ്മൾ ഈ കടങ്കഥയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ഫാനിന് താഴെ ഒരു നഗരത്തിന്റെ ഇതിലേക്ക് വരികയാണ്. പണ്ട് ഈ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്ന ഗ്രാമത്തിൽ നിന്ന് ഇപ്പോഴത്തെ കവി എവിടെയാണ് ഇരിക്കുന്നത്? ഒരു ഉഷ്ണമുറിയിൽ ഒരു നഗരത്തിൽ ഇരുന്ന് ഫാനിന്റെ താഴെ മുച്ചിറകെഴുകുന്ന ലോഹപ്പക്ഷിയുടെ താഴെ ഇരുന്നിട്ട് മഴക്കാറ്റിനെ പറ്റി മഴപ്പാട്ടിനെ പറ്റി ആലോചിക്കുകയാണ്. അപ്പൊ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, ഫാൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവല്ലേ. കുട്ടി നീന്തി പോയത് ഏതിലൂടെ? ഏതിലാണ് കുട്ടി നീന്തി പോകുന്നത്? കുട്ടിയും മഴവെള്ളവും ഒരുമിച്ച് നീന്തിപ്പോയി. ഏതിലാണ്? മഴയുടെ സംഗീതത്തിൽ. ഈ ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ഒന്ന് ചോദ്യത്തിലൂടെ കണ്ണോടിക്കുക, ചോദ്യവും ഓപ്ഷനിലൂടെയും കണ്ണോടിച്ച് കഴിഞ്ഞ് പിന്നെ കവിത വായിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ, നമുക്ക് സമയം എന്നുള്ളതാണ് ഇതിൽ. കവിത ആസ്വദിക്കാനൊന്നും നമുക്ക് സമയമല്ല ഒരു മത്സര പരീക്ഷയിൽ. അപ്പോൾ കൃത്യമായിട്ട് ആദ്യം ചോദ്യം വായിക്കുക, എന്നിട്ട് അതിന്റെ ഉത്തരം നമ്മൾ വായിക്കുന്ന കവിതയിൽ തപ്പി കണ്ടുപിടിക്കുക. കവിതകളാകുമ്പോൾ പിന്നെയും ചെറുതായിരിക്കും, ഗദ്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം വലിയൊരു പാരഗ്രാഫ് ആയിരിക്കും വരിക. അപ്പോൾ ഈ ടെക്നിക്ക് സഹായിക്കും. അപ്പോൾ ആ രീതിയിൽ ഇനി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ രീതി പിന്തുടർന്നാൽ നമുക്ക് സമയം ലാഭിക്കാം. ഓക്കെ, ഇനി ആ ഭാഗം കഴിഞ്ഞു, പദ്യത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യമാണ്. തെറ്റ് തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന സമീപനം. ഇത് നമ്മുടെ പഠന രീതികളെയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള, മാതൃഭാഷാ ബോധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരു ക്ലാസ് റൂം മാനേജ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? തെറ്റു തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന സമീപനം. ഓപ്ഷൻസ് നമുക്ക് ആദ്യം വായിക്കാം. തെറ്റുകൾ തിരുത്തുന്നത് കുട്ടികളുടെ ആത്മവിശ്വാസം നശിപ്പിക്കും, അതുകൊണ്ട് തിരുത്തേണ്ടതില്ല. ഓരോ ഓപ്ഷനായിട്ട് ചർച്ച ചെയ്ത് പോവാ അല്ലെ. തെറ്റുകൾ തിരുത്തുന്നത് കുട്ടികളുടെ ആത്മവിശ്വാസം നശിപ്പിക്കും, അതുകൊണ്ട് തിരുത്തേണ്ടതില്ല. തിരുത്താതിരുന്ന പിന്നെ കുട്ടി തിരുത്തപ്പെടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആത്മവിശ്വാസം നശിപ്പിക്കാത്ത രീതിയിൽ തിരുത്തുക എന്നുള്ളതാണ്. അപ്പൊ തന്നെ എന്താണ്? ആ ഓപ്ഷൻ തെറ്റാണ്. തെറ്റുകൾ കാണുന്ന സമയത്ത് തന്നെ നിർബന്ധമായും തിരുത്തണം. അങ്ങനെ ചില സമയത്ത് കുട്ടിക്കത്, നമ്മളൊരു വലിയ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരു കുട്ടി എന്തെങ്കിലും തെറ്റെഴുതിയ ക്ലാസ്സിന്റെ മുന്നിൽ അവനെ പിടിച്ച് അത് തിരുത്തി കൊടുക്കുമ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ അത് മാനസിക പ്രയാസം ഉണ്ടാക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു തിരുത്തൽ രീതി മുമ്പ് അതുണ്ടായിരുന്നു, ഇപ്പൊ ആ ഒരു തിരുത്തൽ രീതി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയും നമുക്ക് മാറ്റിവെക്കാം. അടുത്തത്, സ്വയം അല്ലെങ്കിൽ പരസ്പരം തിരുത്തുന്നതിനും ക്ലാസ് തലത്തിൽ തിരുത്തുന്നതിനുമുള്ള സ്വാഭാവിക അവസരങ്ങൾ ഒരുക്കണം. കുട്ടിക്ക് സ്വയം തിരുത്താൻ ടീച്ചർ എന്തെങ്കിലും സംശയം പറയാ, ഇത് തന്നെയാണോ, നിനക്ക് ഉറപ്പാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? കുട്ടിയുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവും. അല്ലെങ്കിൽ പരസ്പരം അടുത്തിരിക്കുന്ന കുട്ടിയോട് നോക്കുക, ഇവനെ ഇതേ ശരിയാണോ നോക്ക്, നീ എഴുതിയത് ഇതുപോലെയാണോ എന്നൊക്കെ ചോദിച്ചു നോക്കുക. അങ്ങനെ സ്വാഭാവികമായിട്ട് ക്ലാസ്സിൽ ഒരു അവസരം, കുട്ടിയെ വേദനിപ്പിക്കാത്ത രീതിയിൽ ക്ലാസ്സിൽ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. തെറ്റുകൾ, പദങ്ങൾ, വാക്യങ്ങൾ എന്നിവ ആവർത്തിച്ച് എഴുതിക്കണം. ആവർത്തിച്ച് ചിലപ്പോൾ തെറ്റായിരിക്കും എഴുതുക കുട്ടി അല്ലേ. അപ്പൊ എന്തിനുള്ള അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? കുട്ടിയെ വേദനിപ്പിക്കാതെ പരസ്പരം മറ്റു കുട്ടി കൂടെ എന്ത് ചെയ്യരുത്? ഈ കുട്ടി ചെയ്ത തെറ്റ് ആവർത്തിക്കരുത്. അപ്പൊ അത്തരത്തില് സ്വയവും പരസ്പരവും തിരുത്തുന്നതിനും ക്ലാസ് തലത്തിൽ തിരുത്തുന്നതിനുമുള്ള സ്വാഭാവിക അവസരങ്ങൾ ഒരുക്കണം. ഉത്തരം നോക്കാം അല്ലെ. അതെ, ഓപ്ഷൻ സി ആണ് അപ്പൊ അതിന്റെ ഉത്തരം. ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ ആശയപരമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ശൈലി ഏത്? ഈ കേട്ടറ്റിന്റെ ഇതിൽ പഴഞ്ചൊല്ലികൾ, ശൈലികളൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സംസാരത്തിലുള്ള ശൈലികളൊക്കെ ഇനി അതിന്റെ അർത്ഥം എന്താണെന്ന് കൂടെ ആലോചിച്ച് വെക്കാം. അപ്പൊ നമുക്ക് ഇത് നോക്കാം. കുളം കോരുക, ഉന്മൂലനാശം, അടിക്കല്ല് മാന്തുക, നെല്ലിപ്പലക കാണുക. ഇതെല്ലാം നമ്മളുടെ സാധാരണ ദിവസത്തിലുള്ള സംഭാഷണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അവൻ ആ കുടുംബം കുളം തോണ്ടി അല്ലെങ്കിൽ കുളം കോരി എന്ന് പറയാറുണ്ട് അല്ലെ. അതെന്താണ്? നശിപ്പിച്ചു എന്നാണ് അർത്ഥം. ഉന്മൂലനാശം എന്താണ്? ആ കുടുംബത്തിന്റെ ഉന്മൂലനാശമാണ് ഉണ്ടായതെന്ന് പറയാം. അതെന്താണ്? നാശം തന്നെയാണ്. അടിക്കല്ല് മാന്തുക എന്ന് പറഞ്ഞാലും ഏറ്റവും അതിന്റെ നാശം കണ്ട് അതിന്റെ അവസാനത്തെ കല്ലും എടുത്തു എന്നുള്ളതാണ്. നെല്ലിപ്പലക കാണുക, ഇതായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ. എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്നൊക്കെ നമ്മൾ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ നെല്ലിപ്പലക കാണുക എന്നുള്ള അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ ക്ഷമയുടെ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും നമ്മുടെ അവസാനം വരെ പോയി എന്നുള്ളതാണ്. പക്ഷെ ഇത് മൂന്നിനും നശിപ്പിച്ചു എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി. ഇതാണ് നമ്മൾ നിത്യ ഉപയോഗത്തിൽ ഭാഷയിൽ ഉപയോഗിക്കുന്ന ശൈലികളാണ്. അപ്പൊ ഇനി മുതൽ ആ ശൈലികളെ കുറച്ചുകൂടെ ശ്രദ്ധയോടെ കാണുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പഴഞ്ചൊല്ല് കണ്ടെത്തി എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശൈലിയും പഴഞ്ചൊല്ലുകളും ഒക്കെ കേട്ടിട്ടില് എപ്പോഴും വരുന്ന ചോദ്യങ്ങളാണ്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. നമ്മളിത് പലപ്പോഴും മെല്ലെ തിന്നാൽ പനയും തിന്നാം എന്നൊക്കെയാണ് കാണല്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഐക്യമത്യം മഹാബലം. നിത്യാഭ്യാസി ആനയെ എടുക്കും.
ഇതാണ് 4 പഴഞ്ചൊല്ലുകൾ. 4 പഴഞ്ചൊല്ലുകൾ നമുക്ക് സുപരിചിതല്ലേ. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും എല്ലാം ശരിയാണല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന തരത്തിലുള്ള പഴഞ്ചൊല്ലുകളാണ്. ഇതിലേതായിരിക്കും? മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, നിത്യാഭ്യാസി ആനയെടുക്കും. ഇത് മൂന്നും നോക്കൂ, ഒരു പരിശീലനത്തിന്റെ, ഒരു അഭ്യാസത്തിന്റെ അല്ലെങ്കിൽ ശ്രമത്തിനെ കുറിച്ചൊക്കെ പറയുന്ന പഴഞ്ചൊല്ലുകളാണ്. ഐക്യമത്യ മഹാബലം എന്താണ് പറയുന്നത്? ഒന്നിച്ച് നിന്നാൽ കിട്ടുന്ന ബലാണ്. ഇതെല്ലാം അഭ്യാസത്തിനെയും പരിശീലനത്തിനെയും കുറിച്ചുള്ളതാണ്. അപ്പൊ ഏത് ഓപ്ഷൻ ആയിരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? ഏത് പഴഞ്ചൊല്ലായിരിക്കും? ഐക്യമത്യം മഹാബലം. നമുക്ക് ഉത്തരം നോക്കാം. അതെ, ഐക്യമത്യ മഹാബലം എന്ന് പറയുന്ന പഴഞ്ചൊല്ലാണ് മാറ്റമുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പഴഞ്ചൊല്ലുകൾ ഇനി മുതൽ ശ്രദ്ധിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇതിനകത്ത് മലയാള സാഹിത്യത്തിൽ നിന്നുള്ള ചോദ്യമാണ്. അല്ല, ഇത് വന്നിട്ടുള്ളത് സന്ധികളിൽ നിന്നുള്ള ചോദ്യമാണ്. ഗ്രാമർ പോർഷനിൽ നിന്ന് ഇങ്ങനത്തെ സന്ധികളിൽ നിന്നാണ് ചോദ്യം വരിക. അപ്പൊ എല്ലാ സന്ധികളും അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്വഭാവങ്ങളും പഠിച്ചു വെക്കാം. അപ്പൊ ഇതിനായിട്ട് നമുക്ക് നോക്കാം. മഴ കാലം, മഴക്കാലം. തിര് പ്ലസ് ആതിര, തിരുവാതിര. കാക്ക പ്ലസ് കരച്ചിൽ, കാക്കക്കരച്ചിൽ. എലി പ്ലസ് പെട്ടി, എലിപ്പെട്ടി. ഇങ്ങനെയാണ്. അപ്പൊ ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും അല്ലേ, ഇതിനൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? കാ ഇരട്ടിച്ചിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ അടുത്ത് വരുന്ന അക്ഷരം രണ്ടാമത് വരുന്ന പദത്തിന്റെ ആദ്യത്തെ അക്ഷരം എന്ത് ചെയ്തിട്ടുണ്ട്? ഇരട്ടിച്ചിട്ടുണ്ട്. ഇരട്ടിക്കുന്ന സന്ധി ഏതാണ്? ദ്വിത്വസന്ധി. അപ്പൊ ഇത് മൂന്നും ഏതിൽ വരുന്നതാണ്? ദ്വിത്വസന്ധിയിൽ വരുന്നതാണ്. അപ്പൊ മാറി വരുന്ന ഒന്ന് ഏതാണ്? തിരുവാതിര. അപ്പൊ ഇതില് സന്ധി ഏതാ? തിരുവാതിര ഏത് സന്ധിയിൽ പെടും അറിയോ? തിരുവാതിര ആഗമസന്ധിയിലാണ് പെടുന്നത്. പുതിയൊരക്ഷരം വന്നിരിക്കുന്നു. ഓക്കെ, സന്ധികള്, എല്ലാ സന്ധികളും ക്ലിയർ ആയിട്ട് പഠിക്കുക. അതിന്റെ ഉദാഹരണങ്ങൾ 1-2 ഉദാഹരണങ്ങൾ വെച്ചിട്ട് ക്ലിയർ ആയിട്ട്, ആവശ്യത്തിന് മാത്രമായിട്ട് 1-2 ഉദാഹരണം, അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള സ്വഭാവങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ സന്ധിയിൽ നിന്ന് എല്ലാ വർഷവും വരുന്നതാണ്. അപ്പൊ സന്ധി നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് പോവാം. മുൻ വർഷങ്ങളിലെ സന്ധിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കി ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പൊ ദ്വിത്വസന്ധി ആഗമസന്ധി ഇനി മറക്കില്ലല്ലോ. ഉത്തരം തിരുവാതിര. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ പോയി എന്ന പദം അനുപ്രയോഗം എന്താണ് അനുപ്രയോഗം? അനുപ്രയോഗമായി വരുന്ന വാക്യം ഏത്? അനുപ്രയോഗം എന്ന് പറയുന്നത് ഒരു വാക്കിനെ ഒരു പ്രത്യേക അർത്ഥം കിട്ടാൻ വേണ്ടി വേറൊരു വാക്കിനോട് കൂടി ചേർത്ത് പ്രയോഗിക്കുന്നതിനെയാണ് എന്ത് പറയാ? അനുപ്രയോഗം എന്ന് പറയാം. ഇനി അനുപ്രയോഗം മനസ്സിലാക്കിയിട്ട്, ഞാൻ വളരെ അടിസ്ഥാനപരമായിട്ടാണ് അത് പറഞ്ഞത്. അപ്പോ ആ ഒരു അർത്ഥം നോക്കിക്കൊണ്ട് ഇതിൽ ഏത് വാക്കാണ് അനുപ്രയോഗിച്ചിരിക്കുന്നത്, ഏതിലാണ് അനുപ്രയോഗം, ഏത് വാക്യത്തിലാണ് അനുപ്രയോഗം വന്നിരിക്കുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കൂ. നമുക്ക് ആദ്യത്തെ സെന്റൻസ് നോക്കാം അല്ലെ. മനു പഠനത്തിനായി ചെന്നൈയിലേക്ക് പോയി. ഇതിനെല്ലാത്തിലും കോമൺ ആയിട്ട് ഒരു വാക്ക് വരുന്നുണ്ട്. ആ വാക്ക് ഏതാ? മനു പഠനത്തിനായി ചെന്നൈയിലേക്ക് പോയി. നഗരത്തിൽ പോയി വരുന്ന വഴിക്കാണ് രാജുവിനെ കണ്ടത്. പോയി. മഹാമാന്ത്രികന്റെ മായാജാലം കണ്ടവൻ അന്തം വിട്ടുപോയി. രാധിക കടലാസ് തൊടിയിൽ കളഞ്ഞ് പോയി. അപ്പൊ ഈ എല്ലാ ഓപ്ഷനിലും കോമൺ ആയിട്ട് വരുന്ന എന്താണ്? പോയി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പോയി ആണ് അനുപ്രയോഗിച്ചിട്ടുള്ള പദം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏത് സെന്റൻസിലാണ് അനുപ്രയോഗിച്ചിരിക്കുന്നത്? ഇതിലെല്ലാത്തിലും ഇതിനകത്ത് ചെന്നൈയിലേക്ക് പോയി എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അവൻ പോയി എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നഗരത്തിൽ പോയി വരുന്ന വഴിക്ക്, അതും അതുപോലെ ഒരു സ്ഥലത്ത് പോയി വരുന്നു. ഇതെന്താണ്? ലാസ്റ്റത്തെ ഡിയിലെ രാധിക കടലാസ് തൊടിയിൽ കളഞ്ഞ് പോയി. തൊടിയിൽ കളഞ്ഞിട്ട് രാധിക പോയി. അപ്പൊ ഇതെല്ലാം പോയി എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിലെന്താണ് വരുന്നത്? ഇത് ഒരു വാക്കാണ്. വിട്ടുപോയി എന്നുള്ളത് ഒറ്റ വാക്കായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മഹാമാന്ത്രികന്റെ മായാജാലം കണ്ടവൻ അന്തം വിട്ടുപോയി. അന്തം വിട്ടിട്ട് അവൻ പോയി എന്നല്ല, അന്തം വിട്ട് നിന്ന് പോയി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ വിട്ടുപോയി എന്ന്, വിട്ടു എന്നതിന്റെ കൂടെ പോയി എന്നുള്ള വാക്ക് അനുപ്രയോഗിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് അനുപ്രയോഗം. അപ്പോ കൃത്യമായിട്ടുള്ള ഉത്തരം ഏതാണ്? അന്തം വിട്ടുപോയി എന്ന് വരുന്ന മഹാമാന്ത്രികന്റെ മായാജാലം കണ്ട് അവൻ അന്തം വിട്ടുപോയി. ഓപ്ഷൻ സി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരം. അപ്പൊ അനുപ്രയോഗം ഒന്ന് മറിച്ച് നോക്കുക. എന്താണ് അനുപ്രയോഗം? അനുപ്രയോഗത്തിന്റെ ഉദാഹരണങ്ങളൊക്കെ ഒന്നെടുത്ത് നോക്കുക. അനുപ്രയോഗമൊക്കെ നമുക്ക് ചോദ്യം വരുന്നതാണ്. അടുത്ത ഭാഗം നോക്കാം അല്ലെ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഇതാണ് ഞാൻ നേരത്തെ പറയാൻ വന്ന മലയാള സാഹിത്യത്തിൽ നിന്നുള്ള ഭാഗം. മലയാള സാഹിത്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതിൽ പ്രധാനപ്പെട്ട, കൂടുതലും ഇങ്ങനത്തെ മാച്ച് ദ ഫോളോവിങ് പോലെ ജോഡിയായിട്ടാണ് വരിക. എന്താണ് ജോഡി വന്നിരിക്കുന്നത്? ഗോവിന്ദൻകുട്ടി, ആടുജീവിതം, തോട്ടിയുടെ മകൻ, ഖസാക്കിന്റെ ഇതിഹാസം, അസുരവിത്ത്. പിന്നെ ഇതിൽ കുറെ ആളുകളുടെ പേരും കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ എന്താണ്? കഥാപാത്രം, കൃതി എന്നിങ്ങനെ ജോഡി ചേർക്കാനാണ്. അപ്പൊ ഒരു ജോഡി കണ്ട ആദ്യം നമ്മൾ എന്ത് നോക്കണം? എന്ത് ജോഡിയാണ്? ഇപ്പൊ കഥാപാത്രവും
നോവലുമാണ്. ഇതിനകത്ത് നമുക്ക് നോക്കാം. ആടുജീവിതം ഗോവിന്ദൻകുട്ടി, ഋഷക്കാരൻ പപ്പു തോട്ടിയുടെ മകൻ, അപ്പുക്കിളി ഖസാക്കിന്റെ ഇതിഹാസം, സേതു അസുരവിത്ത്. ഇതെല്ലാം വളരെ പരിചിതമായിട്ടുള്ള നോവലുകളാണ്. ആടുജീവിതം ഗോവിന്ദൻകുട്ടി. ആടുജീവിതത്തിലെ കഥാപാത്രം ആരാ? ഇപ്പൊ സിനിമയൊക്കെ ആവാൻ പോകണം, അപ്പൊ എന്തായാലും അത് അറിഞ്ഞിരിക്കണ്ടേ. നജീബാണ് ആടുജീവിതത്തിലെ നായകൻ. അപ്പൊ ഒന്നാമത് ഏത് തെറ്റി? ഓപ്ഷൻ എ തെറ്റി. ഋഷക്കാരൻ പപ്പു തോട്ടിയുടെ മകൻ. ഋഷക്കാരൻ പപ്പുവിനെ അറിയാത്ത മലയാളികൾ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഋഷക്കാരൻ പപ്പു ഏതിലെ കഥാപാത്രമാണ്? കേശവദേവിന്റെ ഓടയിൽ നിന്നിലത്തെ കഥാപാത്രമാണ് ഋഷക്കാരൻ പപ്പു. അപ്പോ രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാണ്. അപ്പുക്കിളി എല്ലാവർക്കും പരിചയമുണ്ടോ? അപ്പുക്കിളി മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള OV വിജയന്റെ മലയാളത്തിലെ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ചു എന്ന് പറയുന്ന 1969 ഇറങ്ങിയ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അപ്പുക്കിളി. ആ നോവൽ വായിച്ചവർക്കൊന്നും അപ്പുക്കിളിനെയും അപ്പുക്കിളിന്റെ സംസാരത്തിനെയും നിഷ്കളങ്കതയെയും ഒന്നും മറക്കാൻ പറ്റില്ല. അപ്പൊ അപ്പുക്കിളി കറക്റ്റ് ആണ്. ഇനി രണ്ടെണ്ണം ഉണ്ടല്ലേ, സേതുവും അസുരവിത്തും. ഇതൊരു കൺഫ്യൂസിങ് ഓപ്ഷൻ ആണ്. സേതുവിനെ എല്ലാവർക്കും പരിചയമുണ്ട്. സേതുവിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന ഒരു സംഭാഷണത്തിലൂടെ. സേതു MTയുടെ കഥാപാത്രമാണെന്ന് എല്ലാവർക്കും അറിയും. അസുരവിത്തും MTയുടെ നോവലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് നമുക്കൊരു കൺഫ്യൂഷൻ വരും, സേതു അസുരവിത്ത് തന്നെ അല്ലേ എന്നൊക്കെ. അല്ല, സേതു ഏത് നോവലത്തെ കഥാപാത്രമാണ്? MTയുടെ കാലം. MTയുടെ കാലത്തിലെ പ്രധാനപ്പെട്ട നായകനാണ് സേതു. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പേര് മറക്കാതിരിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ഇനി അടുത്തതിൽ ചോദ്യം വരികയായിരിക്കും. ആടുജീവിതത്തിൽ ആരാണ്? നജീബാണ് നായകൻ. ഋഷക്കാരൻ പപ്പു കേശവദേവിന്റെ ഓടയിൽ നിന്നെടുത്ത കഥാപാത്രമാണ്. അപ്പുക്കിളി ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? മൈമൂന, നൈജാമലി, മൊല്ലാക്ക, എല്ലാരും. സേതു കാലമാണ്. MTയുടെ കാലത്തിലെ നായകനാണ് സേതു. മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായകൻ. അപ്പൊ ഉത്തരം കിട്ടി. ഇനി അർത്ഥമാണ്. അർത്ഥം, പഴഞ്ചൊല്ല്, ശൈലി, ഇതൊക്കെ എല്ലാത്തിലും ഒഴിവാകാതെ വരുന്ന ചോദ്യങ്ങളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അർത്ഥപരമായി ശരിയായ കൂട്ടമേത്? ഇങ്ങനെ തന്നെയാണ് ഈ അർത്ഥത്തിന്റെ ചോദ്യം വരിക. 4 എണ്ണമുള്ള ഒരു സെറ്റ് തരും. അതിനകത്ത് 1 2 വേറെ അർത്ഥത്തിലായിരിക്കും. ഇതിനകത്ത് പ്രഭാതം, പുലരി, ഉഷസ്, നഭസ്, മുകിൽ, വരിധം, ജലധി, മേഘം, കാഞ്ചന, ഹേമം, രജതം, സ്വർണം, അമ്പു, വെള്ളം, തോയം, സലീലം. ഇതിലേതാണ് കറക്റ്റ് വരിക? ഇതിലേതാണ് ഒരേ അർത്ഥത്തിലുള്ളത്? അമ്പു, വെള്ളം, തോയം, സലീലം. ഇത് എല്ലാത്തിന്റെ അർത്ഥം വെള്ളം എന്നാണ്. ഇത് കുറേ കേട്ടറ്റിന്റെ എക്സാമുകൾക്ക് ഒരുമിച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഏതാണ്? ഇതാണ് കറക്റ്റ് ഉത്തരം. അപ്പൊ പദങ്ങളുടെ അർത്ഥങ്ങളൊക്കെ ഇങ്ങനെ നോക്കാം. ഹേമം തെറ്റാണ്. ഇതാണ് ഇതിൽ സ്വർണത്തിന്റെ അർത്ഥം വരാത്തത്. ഇതിൽ നഭസ്. ഇതിന്റെ ഒക്കെ അർത്ഥം നിങ്ങൾ നോക്കണേ, അങ്ങനെയെങ്കിലും എടുത്തു നോക്കട്ടെ. ഇതിലേതാണ് വരാത്തത്? പരിശോധിക്കാം. അപ്പോൾ കുറച്ച് വാക്കുകൾ ഇന്ന് തന്നെ എടുത്തിട്ട് നോക്കിയിട്ട് പറയാം ഏതൊക്കെ വാക്കുകളാണ് ഇതിൽ പറ്റാത്തത്, ഇതിന്റെ ഒക്കെ അർത്ഥം എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി ഒരു കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത്. ആ വരി ആരുടെ ആണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. താഴെ തന്നിരിക്കുന്ന വരികൾ എഴുതിയ കവി ആര് എന്നുള്ളതാണ് ചോദ്യം. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ഇതാണ് വരികൾ. സാധാരണ ഒരു കവിതയുടെ വരികൾ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ആലോചിക്കേണ്ടത്? ഇങ്ങനെ എഴുതുന്ന കവി ആരായിരിക്കും? ഇങ്ങനെ സ്നേഹത്തിനെ പറ്റി എഴുതുന്ന കവി ആരാണ്? അല്ലെങ്കിൽ ഈ ശൈലിയിൽ എഴുതുന്ന കവി ആരാണ്? ഈ ഉണ്ണി എന്നൊക്കെ വിളിച്ച കവിത എഴുതുന്ന കവി ആരാണ്? അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കണം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രിക്ക് വെച്ചിട്ട് വേണം നമ്മൾ എല്ലാവരുടെയും കവിതകൾ വായിക്കാൻ. അപ്പോൾ ഒരു നമുക്ക് പരിചയമില്ലാത്ത കവിതയാണെങ്കിലും ആ ഒരു ശൈലി കാണുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം. ഇതിനകത്തുള്ള ഓപ്ഷൻസ് ആരൊക്കെയാണ്? കുമാരനാശാൻ ഉണ്ട്, അക്കിത്തം ഉണ്ട്, വള്ളത്തോൾ, വയലാർ. അപ്പൊ ഇവരെല്ലാവരും സ്നേഹത്തിനെ കുറിച്ച് വാതോരാതെ പാടിയിട്ടുള്ള കവികളാണെന്ന് നമുക്കറിയാം. ഇതിനകത്ത് നമുക്ക് ആദ്യം ആരെ കട്ട് ചെയ്ത് കളയാം? സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവിയാണ് ആര്? കുമാരനാശാൻ. അപ്പൊ കുമാരനാശാനെ ഒഴിവാക്കിക്കൂടാ അല്ലെ? പിന്നെ അക്കിത്തത്തിന് ഇതിന് നിർത്താൻ ഒരു കാരണം എന്താണ്? ഈ ഉണ്ണി എന്നുള്ള പ്രയോഗം ഇടയ്ക്കിടയ്ക്ക് കവിതയിൽ കാണുന്നത് അക്കിത്തത്തിന്റെയാണ്. അപ്പൊ നമുക്ക് അക്കിത്തത്തിനെ നിർത്താം. വള്ളത്തോള് സ്നേഹത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കവിയാണ്. പക്ഷെ വള്ളത്തോളിന്റെ കുറച്ചുകൂടെ ഒരു ശക്തമായിട്ടുള്ള ഭാഷയായിരിക്കും. വയലാറിന്റെ കുറച്ചുകൂടെ ഒരു സിനിമാ ഗാനത്തിന്റെ ഒക്കെ ഇതിൽ ഗാനരചയിതാവൊക്കെ ആയിട്ടാണല്ലോ. പിന്നെ അപ്പൊ കുറച്ചുകൂടെ ഒരു അയവുള്ള ഒരു ഭാഷ. അപ്പൊ നമുക്ക് ഏത് നോക്കാം? കുമാരനാശാനും അക്കിത്തത്തിലും ഏതാണ് ഓപ്ഷൻ എന്ന് നോക്കാം.
അപ്പൊ ഇതിനകത്ത് സ്നേഹിക്കുണ്ടി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് പാടിയിട്ടുള്ള കവി കുമാരനാശാനാണ്. കുമാരനാശാന്റെ കവിതയിൽ കുമാരനാശാനാണ് പറയുന്നത് നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും നീ സ്നേഹിക്കും. അതായത് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാണ്. അപ്പൊ ആ ഒരു ഗുരു പ്രഭാവം ആശാന്റെ ഗുരു സ്വാധീനം ആശാന്റെ പല കവിതകളിലും കാണുന്നുണ്ട്. അത്തരത്തിൽ നിന്നെ ദ്രോഹിക്കുന്ന ജനങ്ങളെയും നീ സ്നേഹിക്കൂ എന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള കവി ആരാണ്? കുമാരനാശാനാണ്. അപ്പൊ അതിന്റെ ഉത്തരം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കുമാരനാശാൻ സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. ഇപ്പൊ സ്നേഹഗായകൻ, ഞാൻ ഒരു ഉത്തരം കൂടെ പറഞ്ഞു തന്നു. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? കുമാരനാശാൻ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, അതായത് പദ്യത്തിൽ നിന്ന് വന്നിട്ടുള്ളതുപോലെ ഗദ്യത്തിൽ നിന്നുള്ള അല്ല, ഇതിനകത്ത് വരുന്നത് ഇത് ഗദ്യഭാഗം ഇതല്ല, നേരത്തെ തന്നതുപോലെ ഒരു പദ്യമാണ്. ഇതിന്ന് ഒരു ചോദ്യമേ ഉള്ളൂ. നമുക്ക് ഈ പദ്യത്തിലെ ഒരു വർണ്ണനാഭാഗമാണ് തന്നിട്ടുള്ളത്. ആ വർണ്ണനയെ പറ്റിയിട്ട് ഒരു ചോദ്യമുണ്ട്. അതിനെപ്പറ്റി കുറച്ച് പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് നോക്കണം, എന്താണ് പ്രസ്താവന വരുന്നതെന്നൊക്കെ. നമുക്ക് ആദ്യം കവിത വായിക്കാം അല്ലേ. ഒന്നുവാടി മുഖാംബുജം ബാലനു പിന്നെ അല്പം തുടുത്തു കവിൾത്തടം ചഞ്ചലമായി ചിത്തം വിറകൊണ്ടു ചെഞ്ചടികൾ അഭിമാന ഭംഗത്താൽ അമ്മ ഉള്ളുരുക്കുമാരേന്തിയ കൺമുനകളിൽ തപ്താശ്രുബിന്ദുക്കൾ. എന്താണ് കവിത? ഒരു കുട്ടിയെ പറ്റിയാണ് പറയുന്നത്, നമുക്ക് മനസ്സിലായി അല്ലേ. ഇതിലത്തെ വർണ്ണനയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ വർണ്ണന നമുക്ക് എന്താണ് ചോദ്യത്തിൽ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നോക്കണം. വർണ്ണനയെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിലത്തെ വർണ്ണനയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആരെ പറ്റിയാണ് വർണ്ണിക്കുന്നത്? ഒരു കുട്ടിയുടെ ഭാവങ്ങളാണല്ലേ വർണ്ണിക്കുന്നത്. കുട്ടിയുടെ മുഖം, ഒന്ന് വാടി മുഖാംബുജം, മുഖമാവുന്ന അംബുജം, മുഖമാവുന്ന താമര, ഒന്ന് വാടി. പിന്നെ അല്പം തുടുത്ത് കവിൾത്തടം ചഞ്ചലമായി ചിത്തം വിറകൊണ്ടു ചെഞ്ചടികൾ അഭിമാന ഭംഗത്താൽ. എന്താണ്? കുട്ടിയുടെ മുഖം ഒന്ന് വാടിയിട്ട് സങ്കടം കൊണ്ട് അവന്റെ മുഖം എന്ത് ചെയ്തു? തുടുത്തു കവിൾത്തടം. മനസ്സ് ചഞ്ചലമായി, സങ്കടം കൊണ്ട് മനസ്സ് ചഞ്ചലമായി. വിറകൊണ്ടു ചെഞ്ചടികൾ അഭിമാന ഭംഗത്താൽ. കുഞ്ഞു കുട്ടികൾക്ക് അറിയുമ്പോൾ നമ്മൾ കണ്ടില്ല, അവരെ ചുണ്ടിങ്ങനെ വിറയ്ക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് വിറയ്ക്കുന്നതെന്നാണ് പറയുന്നത്? അഭിമാന ഭംഗത്താൽ, കുട്ടിയുടെ അഭിമാനത്തിന് ഭംഗമുണ്ടാക്കുന്ന തരത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? എന്നിട്ട് പിന്നെ അതിന്റെ തുടർച്ച എന്താ? അമ്മ തന്നെ ഉള്ളുരുക്കുമാറേന്തിയ കൺമുനകളിൽ തപ്താശ്രു ബിന്ദുക്കൾ. പിന്നെ ആ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു എന്നാണ് പറയുന്നത്. വെറുതെ കണ്ണ് നിറഞ്ഞു എന്ന് പറയല്ല കവി ചെയ്തത്. എന്താണ്? അമ്മയുടെ ഉള്ളൊരുക്കുന്ന മാതിരി ആ കുഞ്ഞിന്റെ കണ്ണുകള് നിറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കുട്ടി കരയുന്നതാണ് വർണ്ണിക്കുന്നത്. ആ കുട്ടിയുടെ താമര പോലുള്ള കുട്ടിയുടെ മുഖം ആദ്യം ഒന്ന് വാടി, പിന്നെ സങ്കടം കൊണ്ട് മുഖം തുടുത്തു, പിന്നെ മനസ്സ് ചഞ്ചലമായി, ചുണ്ടുകൾ വിറച്ചു, അഭിമാനഭംഗം കൊണ്ട് ചുണ്ടുകൾ വിറച്ചു, പിന്നെ കുട്ടിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. എങ്ങനെ? അമ്മയുടെ കരളലിയിപ്പിക്കുന്നത് പോലെ, അമ്മയുടെ മാറു വേദനിപ്പിക്കുന്നത് പോലെ കുഞ്ഞിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. ഇങ്ങനെയൊന്നും വായിക്കാൻ മത്സര പരീക്ഷയ്ക്ക് സമയമുണ്ടാവില്ല എന്ന് ഓർക്കുക. അപ്പൊ ഇതിനകത്ത് തന്നിട്ടുള്ള പ്രസ്താവനകൾ എന്താണ്? അപ്പൊ വായിച്ച് പരിശീലിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ചെറിയ സമയത്തിനകത്ത് ഇത് ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. കുഞ്ഞിന്റെ സന്തോഷം കാണിക്കുന്നു. സന്തോഷം അല്ല അല്ലെ, നമ്മളിപ്പോ ഇത്രയും വിശദീകരിച്ചാണ്. സന്തോഷം അല്ല ആ കവിതയില്. അഭിമാനഭംഗം കൊണ്ട് ആ കുഞ്ഞ് കരയാണ്, അമ്മയുടെ കണ്ണലിയിക്കുന്ന പോലെ. കുഞ്ഞിന്റെ അഭിമാനം വർണ്ണിക്കുന്നു. അത് തെറ്റാണ്. നമ്മൾ ഈ അഭിമാനം എന്ന് പറഞ്ഞിട്ട്, അഭിമാനം എന്നുള്ളൊരു വാക്ക് അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഉത്തരം തെറ്റിപ്പോവും. അഭിമാനത്തിനല്ല അവിടെ വർണ്ണിക്കുന്നത്. അടുത്ത ഓപ്ഷൻ എന്താണ്? കുഞ്ഞിന്റെ അവസ്ഥ സൂക്ഷ്മമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അത് ശരിയാണോ? കുഞ്ഞിന്റെ അവസ്ഥ നമുക്ക് ഇങ്ങനെ കാണാല്ലേ. ഒരു കുഞ്ഞിന്റെ ആദ്യം അവന് വിഷമാവുന്നു, മുഖം വാടുന്നു, പിന്നെ കവിള് തുടിക്കുന്നു, കണ്ണ് നിറയുന്നു, അതൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഈ ഓപ്ഷൻ ശരിയാവാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന്റെ കണ്ണുകളെ വർണ്ണിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഉത്തരം ഏതാ? ഓപ്ഷൻ സി ആണ്. കുഞ്ഞിന്റെ അവസ്ഥ സൂക്ഷ്മമായി വർണ്ണിക്കുന്ന ഒരു കവിതാഭാഗമാണ് നമ്മൾ കണ്ടത്. ക്ലിയർ അല്ലേ? കവിതകൾ അങ്ങനെയൊക്കെ വായിക്കാൻ പഠിക്കുക. പരീക്ഷയ്ക്കല്ലെങ്കിലും അങ്ങനെ വായിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ കേവല ക്രിയയ്ക്ക് ഉദാഹരണം. നമ്മൾ നേരത്തെ വ്യാകരണത്തിൽ നിന്ന് വന്ന ഒരു ചോദ്യം സന്ധിയായിരുന്നു. ഇത് വീണ്ടും വ്യാകരണ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യമാണ് കേവല ക്രിയ. ക്രിയകൾ ഏതൊക്കെയാണ്? അകാരിതം, കാരിതം, അങ്ങനെ ക്രിയകളുടെ ഭാഗം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇപ്പൊ തന്നെ എടുത്ത് നോക്കുക. ക്രിയകൾ എന്തായാലും എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഏതൊക്കെയാണ് ക്രിയകൾ, ക്രിയാവിഭാഗങ്ങൾ ഏതാണ്? അതിൽ കേവല ക്രിയയുടെ പ്രത്യേകത എന്താണ്? ബാക്കി ക്രിയകൾ ഞാൻ പറയുന്നില്ല, നിങ്ങളത് നോക്കട്ടെ. എന്താണ് ബാക്കി ക്രിയകളുടെയൊക്കെ വ്യത്യാസം എന്നുള്ളത്, എങ്ങനെയാണത് മനസ്സിലാക്കുക? ഈ പരീക്ഷയ്ക്ക് കേവല ക്രിയയാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തതിൽ വേറെ ഏതെങ്കിലും ക്രിയ ചോദിക്കാം. അപ്പൊ എന്താണ് കേവല ക്രിയ? കേവല ക്രിയ മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അത് മാത്രമായിട്ട് ഇതിൽ പറഞ്ഞുതരാം. കേവല ക്രിയ
ഇക്ക് ചേർന്ന് വരുന്ന ക്രിയകളെയാണ് നമ്മൾ എന്ത് പറയാ, കേവല ക്രിയകൾ എന്ന് പറയാം. അതായത് ഈ ഓപ്ഷൻസ് നോക്കൂ, ഇക്ക് ചേരാതെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, കേവല ക്രിയ എന്ന് പറയാം. ഉറക്കുന്നു, ഉറക്കുന്നു എന്നുള്ള ക്രിയ എന്താ, ഒരാൾ ഉറക്കുകയാണ് അല്ലേ. ഉറങ്ങുന്നു എന്താണ്, നമ്മൾ സ്വയം ഉറങ്ങുകയാണ്, അതിൽ വേറൊരാളില്ല. ഒരുക്കുന്നു എന്ന് പറയുന്നത് എന്താ, ഒരുക്കുന്നു ഒരു സാധനത്തിനെ, വേറൊരു സാധനം അവിടെ ഉണ്ട്. പഠിപ്പിക്കുന്നു, നമ്മൾ ഒരാൾ പഠിക്കുന്നു അല്ല, പഠിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ഇക്ക് ചേരാതെ വരുന്ന ക്രിയകൾ ഏതാണ്, എന്ത് വരുന്നത്, കേവല ക്രിയകൾ. ഒരാൾ, കർത്താവ് മാത്രമുള്ളത്, ഉറങ്ങുന്നു, ഞാൻ ഉറങ്ങുന്നു, അതിൽ ഞാൻ മാത്രമാണ്, കർത്താവ് മാത്രമുള്ളത്. ഇക്ക് ചേരാതെ വരുന്ന ക്രിയകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം, കേവല ക്രിയകൾ എന്ന് പറയാം. അപ്പൊ ഇക്ക് ചേരാതെ വരുന്ന ക്രിയകളെ പരിശോധിക്കാം. ഈ ഓപ്ഷനിൽ വളരെ എളുപ്പമാണല്ലേ, ഇതിലെല്ലാത്തിലും ഇക്കുണ്ട്. ഏതിൽ മാത്രം ഇല്ലാത്ത, ഉറങ്ങുന്നു എന്നുള്ളതിൽ മാത്രമാണ് ഇല്ലാത്തത്. ഇങ്ങനെ സിമ്പിൾ ആയിട്ടായിരിക്കും ഗ്രാമർ വരിക, പക്ഷെ അതിന്റെ ബേസിക് ഇങ്ങനെ കുറച്ച് ടിപ്പുകളായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ കേവല ക്രിയ വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവരുത്, ഇക്ക് ചേർന്നതാണോ ഇക്ക് ചേരാത്തതാണോ എന്ന് കൺഫ്യൂഷൻ ആയി പോകരുത്. ഇക്ക് ചേരാതെ വരുന്ന ക്രിയകളെയാണ്, ഒറ്റ കർത്താവ് മാത്രമായിട്ടുള്ള ക്രിയകളെയാണ് നമ്മൾ എന്തെന്ന് പറയാം, കേവല ക്രിയകൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 90 മുതൽ 105 വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 1-2 ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് തന്നെ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതിലെ കേവല ക്രിയയും സന്ധിയും കവിതകളും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ, പഠിച്ചൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കാനുള്ള ഒരു അവസരമായിട്ട്. ഈ ക്വസ്റ്റ്യൻ വന്ന മേഖലകൾ, ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അതിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നോട്ട്സ്, നിങ്ങൾ മുമ്പ് കിട്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. ഇനി ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വന്നതെന്ന് ഒരു നോട്ടിൽ എഴുതി വെക്കണം. സന്ധിയിൽ നിന്ന് 2 ചോദ്യം, വ്യാകരണത്തിൽ നിന്ന് ഇത്ര ചോദ്യം, അങ്ങനെ എഴുതി വെച്ചിട്ട് ആ ഭാഗത്തിന്, അതിൽ ഏത് ഭാഗത്തുള്ള ചോദ്യത്തിനാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പോയത് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭാഗം ഇനി പഠിക്കുക എന്നുള്ളതാണ് PYQ ചെയ്യുന്നത് കൊണ്ടുള്ള, മുൻവർഷ ചോദ്യ പേപ്പറുകൾ നോക്കുന്നത് കൊണ്ടുള്ള ഒരു ഉപകാരം. അതാണ്, നമ്മൾ ഏത് ഭാഗത്താണ് വീക്ക് എന്ന് നമുക്ക് എന്ത് മനസ്സിലായിട്ടുണ്ടാവും, ഈ ചോദ്യങ്ങളെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗം ഇന്ന് തന്നെ പരിശോധിക്കുക, ആ ഭാഗം ഇന്ന് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതിന്റെ ബാക്കി വരുന്ന ചോദ്യങ്ങൾ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ ചർച്ച ചെയ്യാം. Thank you.